പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. വൈറ്റിലയിൽ സീബ്ര വരകൾ കാണാനില്ല. ആ സീബ്ര വരകൾ തപ്പി നടക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. ഇപ്പോൾ അത് കാൽനട യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന വാർത്ത ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ചീഫ് ലേബി സജീന്ദ്രനാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആ വാർത്തയിൽ ഒരു നടപടി വന്നിരിക്കുന്നു. റിപ്പോർട്ടർ ഇംപാക്ട്. സംസ്ഥാനത്തെ റോഡുകളിൽ സീബ്ര ലൈൻ ഉടൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത ചീഫ് എഞ്ചിനീയറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. മന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. കൊച്ചി നഗരത്തിലെ റോഡുകളിൽ സീബ്ര ക്രോസിംഗ് ലൈൻ ഇല്ല എന്നുള്ളത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പമുണ്ട്. കൊച്ചി നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ നേരിൽ കണ്ടു കാണുമല്ലോ. അതെ, റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത അത് പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും സീബ്ര ലൈൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളൊരു ആശ്വാസമാണല്ലോ, പിന്നെ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സീബ്ര ലൈൻ വന്നില്ല എന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ മഴയാണ് കാരണം പറഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിയന്തരമായി സീബ്ര ലൈൻ ഈ റോഡുകളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയബന്ധിതമായ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, കർക്കശ നിലപാടുമായി മുന്നോട്ട് പോകും. എന്തായാലും ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് നല്ല കാര്യമാണ്. ഇത്തരം കാര്യങ്ങളുമായി ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ വളരെ പോസിറ്റീവായി തന്നെ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടും. അടിയന്തരമായി ഈ സീബ്ര ലൈൻ വരുത്താനും യാത്രക്കാർക്ക് കൃത്യമായൊരു ഡയറക്ഷൻ നൽകി അവരെ സുരക്ഷിതത്തോടു കൂടി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അത് ഇതിലൂടെ സാധിക്കും. എന്തുകൊണ്ടിത് വൈകി എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകേണ്ട കാര്യമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് നൽകി കഴിഞ്ഞതിന് ശേഷം അതിൽ മറ്റ് നിലപാടുകൾ സ്വീകരിക്കും. തീർച്ചയായും കാൽനട യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന മറുപടി തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. ഓക്കെ, ലേബി സജീന്ദ്രനുണ്ട്. ലേബി സജീന്ദ്രൻ, അങ്ങനെ ലേബിയുടെ റിപ്പോർട്ടിന് മറ്റൊരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ഇനി സീബ്ര ലൈൻ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. സീബ്ര ലൈൻ ഉടൻ തന്നെ റോഡുകളിൽ തെളിഞ്ഞു വരും എന്നാണ് മന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ ലേബി? തീർച്ചയായും ഡോക്ടർ. ശനിയാഴ്ച വൈകിട്ടാണ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ദേശീയപാതയുടെ പൊതുമരാമത്തിന് കീഴിലുള്ള ദേശീയപാത ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് കൊച്ചി നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും എവിടേക്കാണ് സീബ്ര ലൈൻ മാഞ്ഞു പോയത് എന്നുള്ള റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് NH ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും പെട്ടെന്ന് സീബ്ര ലൈൻ മാഞ്ഞു പോയിടത്ത് മുഴുവൻ അത് പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകിക്കഴിഞ്ഞു. ഇതേ തുടർന്ന് ഏതാണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ഈ സമയത്ത് പങ്കുവയ്ക്കാനുണ്ട്. ഏതായാലും കാൽനട യാത്രക്കാർക്ക് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ വളരെ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾക്കിതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഡോക്ടർ അരുൺ. ശരി, ഓക്കെ, താങ്ക് യു ലേബി. എന്തായാലും അത് കാൽനട യാത്രക്കാർക്ക് വളരെ ഉപകാരകരമായ ഒരു റിപ്പോർട്ടാണ്. ഒരു